റോഡുകളിലെ അപകടങ്ങൾ പാതി കുറയും. മദ്യപിച്ച ആളുകൾ റോഡിൽ വീഴില്ല. മദ്യം വീട്ടുമുറ്റത്തെത്തുന്നതിൽ എന്താണ് പ്രശ്നം? മദ്യം വീടുകളിൽ ഡെലിവറി ചെയ്യുന്നതിനെ പറ്റി ആളുകളുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഈ ചർച്ചയ്ക്ക് തുടക്കമിട്ടത് ബെവ്കോ MD ഹർഷിത ടെല്ലൂരിയും. ഞങ്ങൾ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ബെവ്കോ ആപ്പ് റെഡി ആക്കുന്നുണ്ട്. അതൊരു 10 ദിവസത്തിനകം റെഡിയാവും. അഫ്കോഴ്സ് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഓൺലൈനിലേക്ക് പോവും. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത് എന്താ പറയുക, വാങ്ങിച്ചിട്ട് പിക്കപ്പിൻ്റെ കാര്യമാണ് ഞങ്ങളിപ്പോൾ തീരുമാനിച്ച് വെച്ചിട്ടുള്ളത്. ഇത് ഡെലിവറി ചെയ്യുന്ന ആള് വാങ്ങുന്ന വ്യക്തിയുടെ ഏജ് വെരിഫൈ ചെയ്തിട്ട് 23 വയസ്സ് ക്രോസ് ചെയ്താൽ മാത്രമേ ഇത് ഡെലിവറി ചെയ്യാനാണ് ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഓൺലൈൻ സെയിൽസ് ഞങ്ങൾക്ക് അതിൻ്റെ അനുവാദം ഇതുവരെ കിട്ടിയില്ല. ഞാൻ പറയുന്നത് ആപ്പിൽ ബുക്ക് ചെയ്തിട്ട് നമുക്ക് തന്നെ സ്വന്തമായിട്ട് പോയി പിക്കപ്പ് ചെയ്യാം. അവിടെ ക്യൂവിൽ നിൽക്കാതെ കുറച്ച് സമയം സേവ് ചെയ്യാൻ പറ്റും. മദ്യത്തിന്റെ ഓൺലൈൻ ഡെലിവറിയുടെ കാര്യത്തിൽ ബെവ്കോയുടെ അത്ര ഉത്സാഹം സർക്കാരിനില്ല. ഓൺലൈൻ വിൽപ്പനയെ പറ്റി സർക്കാർ തത്കാലം ആലോചിക്കുന്നില്ലെന്നാണ് എക്സൈസ് വകുപ്പ് മന്ത്രി പറയുന്നത്. ഓൺലൈൻ മദ്യവിൽപ്പനയുടെ കാര്യത്തിൽ സർക്കാർ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. ഈ പ്രപ്പോസൽ നേരത്തെയും ചർച്ച ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മദ്യനയ രൂപീകരണ സമയത്തും ഈ പ്രപ്പോസൽ ബെവ്കോയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്നാൽ തൽക്കാലം അത് പരിഗണിക്കേണ്ടതില്ല എന്നാണ് സർക്കാർ കണ്ടത്. ഇപ്പോൾ അങ്ങനെ ഒരു കാര്യം സർക്കാർ ആലോചിക്കുന്നില്ല. മദ്യത്തിന് വില കൂട്ടുന്ന നടപടിയിലേക്ക് സർക്കാർ കടക്കാനിരിക്കെയാണ് ഓൺലൈൻ വിൽപ്പനയ്ക്ക് ബെവ്കോ തയ്യാറെടുക്കുന്നത്. 10 ദിവസത്തിനകം ബെവ്കോയുടെ ആപ്പ് നിലവിൽ വരും. ആപ്പ് വഴി ബുക്ക് ചെയ്താൽ ക്യൂ ഇല്ലാതെ മദ്യം ലഭിക്കും. വീട്ടുവാതിൽക്കൽ മദ്യം എത്തുമ്പോൾ 500 കോടിയുടെ അധിക വരുമാനം സർക്കാരിന് ലഭിക്കുമെന്നാണ് MD പറയുന്നത്. 23 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമേ മദ്യം വാങ്ങാൻ സാധിക്കൂ. ആപ്പാണെങ്കിലും ID വെരിഫിക്കേഷൻ നിർബന്ധമാണ്. നിലവിൽ ബെവ്കോയുടെ ഔട്ട്ലെറ്റുകൾക്ക് മുന്നിലുള്ള തിരക്കും ശല്യവും ഒഴിവാക്കുകയാണ് ലക്ഷ്യമെന്ന് ബിവറേജസ് കോർപ്പറേഷൻ പറയുന്നു. ഓൺലൈൻ വിൽപ്പനയ്ക്ക് സർക്കാർ അംഗീകാരം നൽകിയാൽ ബെവ്കോ സ്വിഗ്ഗിയും സൊമാറ്റോയും പോലെയുള്ള ഡെലിവറി പാർട്ണർമാരുമായി കരാർ ഒപ്പിടും. ഇപ്പോൾ കേരളത്തിലുള്ള ബെവ്കോ ഔട്ട്ലെറ്റുകളുടെ എണ്ണം 278 ആണ്. അതിൽ ഏറ്റവും കൂടുതൽ ഔട്ട്ലെറ്റുകൾ ഉള്ളത് മെട്രോ നഗരമായ എറണാകുളത്ത് 36 എണ്ണം. ഔട്ട്ലെറ്റുകൾക്ക് മുന്നിലെ തിരക്ക് സ്ഥിരമാകുന്നതാണ് ഇത്തരത്തിലൊരു നീക്കത്തിന് ബെവ്കോയെ പ്രേരിപ്പിക്കുന്നത്. പ്രീമിയം കൗണ്ടറുകളിലും സൂപ്പർ പ്രീമിയം കൗണ്ടറുകളിലും മാത്രമാണ് നിലവിൽ ക്യൂ ഇല്ലാതെ മദ്യം ലഭിക്കുന്നത്. ആപ്പ് വന്നാൽ ഒട്ടും തിരക്കില്ലാതെ മദ്യം ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ആളുകൾക്ക് മദ്യം ബുക്ക് ചെയ്യാൻ കഴിയില്ല എന്നത് സംവിധാനത്തിന്റെ പരിമിതിയാകും. ആദ്യമായല്ല ബെവ്കോ ഓൺലൈൻ ബുക്കിങ്ങിലൂടെ മദ്യം വിൽക്കുന്നത്. കോവിഡ് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് ബെവ്കോ ആപ്പ് വഴി മാത്രമേ ആളുകൾക്ക് മദ്യം വാങ്ങാൻ കഴിയുമായിരുന്നുള്ളൂ. സമാനമായ സംവിധാനമാണ് വീണ്ടും വരുന്നത്. സർക്കാർ അനുമതി കൂടി ലഭിച്ചാൽ മാത്രമാണ് ബെവ്കോയുടെ ഹോം ഡെലിവറി എന്ന പദ്ധതി യാഥാർത്ഥ്യമാകുക. അനുമതി ലഭിക്കുമോ എന്നത് പ്രസക്തമായ ചോദ്യമാണ്. കാരണം സർക്കാരിന്റെ മദ്യനയത്തെ തന്നെ ബാധിക്കുന്ന കാര്യമാണ് ബെവ്കോ ആവിഷ്കരിക്കുന്നത്.